അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഇറാനും. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു പരീക്ഷണം, അഥവാ ഇസ്രായേൽ ജനതയ്ക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഒരു പരീക്ഷണമാണ് 6ാം തലമുറ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. അത് ലോകമെമ്പാടും ഇപ്പം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുതയുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത ഇന്ന് ആശങ്കയിലുമാണ്. മാത്രമല്ല, നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഥവാ 29-ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് അല്ലെങ്കിൽ പുറത്ത് വെച്ചോ നെതന്യാഹുവും അതേപോലെ തന്നെ ട്രംപും നടത്തുന്ന വലിയ ഒരു യു ടേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ യുദ്ധത്തിലേക്ക് തിരിച്ചു നടത്തുന്ന പ്രാബല്യത്തിൽ വരുമെന്ന് ലോകം മനസ്സിലാക്കുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിനിടക്കാണ് ഇങ്ങനൊരു പരീക്ഷണം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ പറയപ്പെടുന്നത് കൃത്യമായി നിങ്ങൾ ആലോചിച്ച് മാത്രം യുദ്ധത്തിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായി അവസാനിക്കാൻ പാകത്തിൽ ഒരുങ്ങിയിട്ട് വരിക, അതല്ലാതെ ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് ആക്രമിക്കാതെ ഇങ്ങോട്ട് ആക്രമിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ ഒരവസരം പോലും ഒരു താക്കീതുമില്ലാതെ, നിങ്ങളുടെ ഒരു ദയാദാക്ഷിണ്യം ഞങ്ങൾ കേൾക്കാതെ അതിന് ഇരട്ടിയായിട്ട് ഞങ്ങൾ തിരിച്ചു നൽകുമെന്നുള്ളതാണ്. ഈ മിസൈൽ ആക്രമണ പരീക്ഷണത്തിൽ, അല്ലെങ്കിൽ മിസൈൽ പരീക്ഷണത്തിൽ അവരത്ര കണ്ട് പേടിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജൂൺ 25-ൻ്റെ ആ 12 ദിവസം വലിയ രൂപത്തിൽ പരിക്കുകൾ പറ്റിച്ചത് മിസൈലുകളായിരുന്നു. 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ചെയ്ത് മിസൈൽ യഥാർത്ഥ സ്ഥാനത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെ ആ ഒരു ടെക്നോളജിയെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്തിട്ടുണ്ട്. ലോകത്തിനു മുമ്പിൽ ഇത്രമേൽ കെങ്കേമമായിട്ടുള്ള ടെക്നോളജി, മിസൈൽ ടെക്നോളജി ഇറാൻ്റെ കയ്യിൽ മാത്രമാണുള്ളത്. ആ ടെക്നോളജിയെ എത്രമേൽ വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ട്രംപും അതേപോലെ തന്നെ നെതന്യാഹുവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 2025 ജൂൺ മാസത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് വലിയ രൂപത്തിലുള്ള അപകടങ്ങളൊക്കെ ഇസ്രായേലി ജനതയ്ക്കും ഇസ്രായേലി അപ്പാർട്ട്മെൻറ്റിനും ഇസ്രായേലി തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകൾക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവരെ പറഞ്ഞത് എല്ലാ സംവിധാനങ്ങളും ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കുന്ന രാജ്യമാണ് തൻ്റെതെന്നും അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു ആക്രമണവും തൻ്റെ ജനതയ്ക്കോ രാഷ്ട്രത്തിനോ വെല്ലുവിളിയാകില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് നടന്ന നെതന്യാഹു അവസാനമായി ട്രംപിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഒന്ന് നിർത്തിത്തന്നാൽ ഉപകാരമായിരുന്നു. അത്ര കണ്ട് വളരെ അക്യുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംവിധാനമാണ് ഈ മിസൈൽ സംവിധാനത്തിൽ ഇറാൻ പാലിച്ചു മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇറാനിനെ ഇനി അടിക്കണോ വേണ്ടയോ, അടിക്കാതിരുന്നാൽ വീണ്ടും അവർ അയൺ ആറ്റം വെപ്പൺസായിട്ട്, അഥവാ നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് അവർ വരുമെന്നുള്ള ബേജാറ് ഈ നെതന്യാഹുവിനുണ്ട്. അങ്ങനെ അവർ ഉയർത്തെഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുള്ളത് തൻ്റെ രാജ്യമാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തിടുക്കം കാണിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു. 2025 ഡിസംബർ മാസം 29-ാം തീയതി ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുന്ന അതിബൃഹത്തായ യോഗത്തിൽ ഇതിനൊരു തീരുമാനമാകുമെന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന എല്ലാ പത്രമാധ്യമങ്ങളും വാർത്താക്കുറിപ്പുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിദയനീയമായിട്ടുള്ള വാചകങ്ങൾ മാത്രമാണ് അതിലുള്ളത്. ബ്ലൂ പ്രിൻ്റ് നിർമ്മിച്ചു കഴിഞ്ഞു, ഇനി അതിൻ്റെ സമ്മതം മാത്രം മതി എന്നുള്ളത് പറയുമ്പം ലോകം അസമാധാനത്തിലേക്ക് അടുക്കാൻ 3 ദിവസം മാത്രം മതി എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. ലോകത്തെമ്പാടും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു കാലത്തും സംഭവിക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ട്രംപും നെതന്യാഹുവും കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനത്തിനും ലോകത്തെ ഓരോ ആളുകളും മറുപടി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ലോകത്ത് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാകണ്ട എന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യാശിക്കുക, പ്രാർത്ഥിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.